ഇവിടെ ഒരാളെ കുറെ പേർ പിടിക്കാനായി വരുന്നു. അവനുടനെ അവിടെ ഉണ്ടായിരുന്ന വലിയ ഏണിയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. എന്നാൽ അവനെ പിടിക്കാൻ വന്നവരും അതിലൂടെ കയറുന്നു. ഇവൻ ഉടനെ തന്നെ ഏണിപ്പടിയിൽ ആഞ്ഞു ചവിട്ടി അത് ഒടിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇവൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടി നടക്കുന്നു. ആ ഏണി മുകളിൽ നിന്ന് രണ്ടായി പിളർന്നു വരുന്നു. അവനെ പിടിക്കാൻ വന്നവരെല്ലാം തറയിൽ വീഴുന്നു. ഇവൻ ഏണിയിൽ നിന്ന് പിടിവിടാതെ ടൈറ്റായി പിടിച്ച് ആ കമ്പൂന്നി നടക്കാൻ തുടങ്ങുന്നു. പക്ഷെ അതിലൊരു കമ്പ് ഒരു മരത്തിലുടക്കി അവൻ താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് അവന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാൾ അവിടേക്ക് വന്ന് അവനെ പിടിക്കുന്നു. ഇവരെല്ലാവരും വന്ന് അവനെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അതേസമയം മണ്ണിനടിയിൽ നിന്ന് അലാറം മുഴക്കിക്കൊണ്ട് വലിയൊരു തല പുറത്തു വരുന്നു. അതിന്റെ വലിയ നാക്ക് പുറത്തേക്ക് വന്ന് ഒരു പോലീസ് ഓഫീസർ അതിനകത്ത് നിന്ന് ഇവർ ഇത് ചെയ്യുന്നതിനെ തടയുന്നു. ഉടനെ അവിടെ ഒരു പ്രായമായ ലേഡി വരുന്നു. അവരും ആ തലയെ പോലെ തന്നെ വലുതാണ്. പോലീസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവർ ഇവരെ വിളിക്കുന്നു. ഇവർ ഓരോരുത്തരും ആ ലേഡിയുടെ ഡ്രസ്സിനടിയിൽ ഒളിക്കുന്നു. പെട്ടെന്ന് ആ ഡ്രസ്സിനടിയിൽ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു. അതേസമയം ആ ലേഡി തന്റെ തല വലിച്ചൂരുന്നു. നോക്കുമ്പോൾ അതൊരു റോബോട്ടാണ്. അത് പ്രവർത്തിപ്പിക്കുന്നത് ഡെവിളാണ്. ആക്ച്വലി ഇതൊരു സാങ്കല്പിക ലോകമാണ്. അതിനകത്ത് കയറുന്ന ഓരോരുത്തരുടെയും ചിന്തകൾക്കനുസരിച്ച് ആ ലോകത്തിലെ കാര്യങ്ങൾ മാറും. അവസാനം ഇവനും ഫ്രണ്ട് മാത്രം അവിടെ നിന്ന് പുറത്തു വരുന്നു.